CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ OP ബ്ലോക്ക് ഓഗസ്റ്റ് 12-ന് പ്രവർത്തനം ആരംഭിക്കും. കേരള സർക്കാരിന്റെ നവകേരള കർമ്മ പദ്ധതി 2-ൽ ഉൾപ്പെടുത്തി 1.26 കോടി രൂപ ചിലവഴിച്ചാണ് ഈ ഇരുനില കെട്ടിടം നിർമ്മിച്ചത്. കച്ചനാട്ടുകര കുന്നുംപുറത്ത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ക്വാറിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. ക്വാറിയിലേക്ക് വന്ന കംപ്രസർ വാഹനവും JCBയും പ്രദേശത്തെ സ്ത്രീകളടക്കമുള്ളവർ തടഞ്ഞു. മെസ്സി വിവാദത്തിൽ പ്രതികരിച്ച് കായിക മന്ത്രി V അബ്ദുറഹ്മാൻ. സംസ്ഥാന സർക്കാർ ആരുമായും കരാർ ഒപ്പിട്ടിട്ടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. കരാർ ഒപ്പിട്ടത് സ്പോൺസർമാരാണെന്നും മന്ത്രി പറഞ്ഞു. കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പുതിയ കെട്ടിടം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സമയബന്ധിതമായി കെട്ടിടം പൂർത്തിയാക്കിയ പഞ്ചായത്തിനെ സതീശൻ അഭിനന്ദിച്ചു. കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പുതിയ കെട്ടിടം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സമയബന്ധിതമായി കെട്ടിടം പൂർത്തിയാക്കിയ പഞ്ചായത്തിനെ സതീശൻ അഭിനന്ദിച്ചു. ഈ സന്തോഷമുഹൂർത്തത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കുമരംപുത്തൂരിലെ മുഴുവൻ ജനാവലികളെയും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിന്റെ സമരപോരാട്ടങ്ങളിലെ മുന്നണിക്കാരായി കേരളത്തിന്റെ പ്രിയപ്രിയനായ പ്രതിപക്ഷ നേതാവിന് കുമരംപുത്തൂരിലെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ സ്വാഗതം രേഖപ്പെടുത്തുന്നു. പ്രതികൂല സാഹചര്യങ്ങളിലും സാധാരണ മനുഷ്യന്റെ അവകാശങ്ങൾക്കായി നിരന്തരം പോരാടുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD പദ്ധതികൾ വഴിയിൽ കിടക്കാനുള്ളതല്ല എന്ന സന്ദേശമാണ് ഈ നേട്ടം നൽകുന്നതെന്നും VD സതീശൻ പറഞ്ഞു. അങ്ങനെ വഴിയിൽ കിടക്കാനുള്ളതല്ല, പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ളതാണ് എന്ന മനോഹരമായ സന്ദേശം കൂടിയാണ്. ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തി. കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം മാത്രമല്ല, അതിന്റെ ഇന്റീരിയർ ഉൾപ്പെടെയുള്ള മുഴുവൻ പരിപാടികളും ഈ സമയത്തിന് മുമ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നിസ്സാരമായി കാണാൻ കഴിയുന്നില്ല. അവരതിന്റെ പിന്നിലെടുത്ത കഠിനാധ്വാനവും അതിന് നിശ്ചയദാർഢ്യവും തീർച്ചയായും അഭിനന്ദനാർഹം തന്നെയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ MLA സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ വികേന്ദ്രീകരിക്കുക എന്നുള്ള മഹിതമായ ലക്ഷ്യത്തോടു കൂടിയാണ്. MLA N ഷംസുദ്ദീൻ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ വൻ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. സംസ്ഥാന ആസൂത്രണ സമിതി മുൻ അംഗം CP ജോൺ, പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത, തദ്ദേശ സ്ഥാപന വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഗോപിനാഥൻ, പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് P ശിവപ്രകാശ്, സാംസ്കാരിക പ്രവർത്തകൻ KPS പയ്യനടം, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സഹദ് അരിയൂർ, നൌഫൽ തങ്ങൾ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KK ലക്ഷ്മിക്കുട്ടി, നഗരസഭാ ചെയർമാൻ C മുഹമ്മദ് ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ എന്നിവരും മറ്റ് പഞ്ചായത്ത് അംഗങ്ങളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംസാരിച്ചു. ശിവപ്രകാശ് സാറിന് ആദരവ് സമർപ്പിച്ച് മൊമെന്റോ നൽകുന്നു. കുമരം ശ്രീ യാക്കൂബ് MK, കുമരംപത്തൂരിന്റെ അഭിമാനമായി മാറിയ കുമരംപത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ
CCN മണ്ണാർക്കാട്. ഉബൈദ് ചങ്ങലേരിയുടെ ഓർമ്മദിനത്തിൽ കുമരംപുത്തൂർ പഞ്ചായത്ത് കെട്ടിടോദ്ഘാടനം നടന്നത് യാദൃശ്ചികതയെന്ന് എൻ ഷംസുദ്ദീൻ MLA. കെട്ടിടോദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 40 വയസ്സിനുള്ളിൽ ഒരു പുരുഷായുസ്സിൽ ചെയ്തു തീർക്കാവുന്ന എല്ലാതരം പ്രവർത്തനങ്ങളും, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ കുമരംപുത്തൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി പുതിയ പുതിയ ശ്രദ്ധേയമായ പദ്ധതികൾ ഒക്കെ കാഴ്ചവെച്ച ആ മഹാനുഭാവൻ നമ്മളോട് വിട പറഞ്ഞ ദിവസമാണ്. അദ്ദേഹം ഇരുന്ന ഓഫീസ് ഇന്ന് അദ്ദേഹത്തിന്റെ സ്വപ്നം പോലെ വളരെ മനോഹരമായി ഇവിടെ നമ്മൾ പണിത് പൂർത്തീകരിച്ചിട്ടുള്ളത്. അത് ഇതിന്റെ മറ്റൊരു വശമാണ്. പ്രിയങ്കരനായ നേതാവ് ഉബൈദ് ചങ്ങലേരിയുടെ ഓർമ്മ ദിവസമായ ഓഗസ്റ്റ് 8-ന് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്ന പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നത് യാദൃശ്ചികതയാണെന്ന് MLA എൻ ഷംസുദ്ദീൻ പറഞ്ഞു. അതോടൊപ്പം നമുക്കറിയാം, കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് എന്നും ശ്രദ്ധേയമായ പദ്ധതികളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും മുന്നോട്ട് പോകുന്നവരാണ്. അപ്പൊ ആ പഞ്ചായത്തിന് നല്ലൊരു ആസ്ഥാന മന്ദിരം ഉണ്ടാകണമെന്നുള്ളത് ഇത്തവണത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള പ്രവർത്തനമായിരുന്നു. കഴിഞ്ഞ കുറെ കാലമായി നമ്മളത് ആഗ്രഹിച്ചതാണ്. ഇപ്പോഴാണ് അതിന് ഒത്തുവന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഈ ഓഫീസിന് ശില പാകിയത്. ഇത് കുമരംപുത്തൂരിന്റെ ചരിത്ര നിമിഷമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഉബൈദ് ചങ്ങലേരി വിട പറഞ്ഞ ദിവസമാണ് ഇന്ന്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഇങ്ങനെ ഒരു പഞ്ചായത്ത് ഓഫീസ്, MLA പറഞ്ഞു. CCN മണ്ണാർക്കാട്. കുമരംപുത്തൂർ പഞ്ചായത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ആവണിയുടെ പ്രാർത്ഥന സദസ്സിനെ ധന്യമാക്കി. ആവണി എന്ന 8ാം ക്ലാസ്സുകാരിയുടെ ഗാനം കേട്ട് വേദിയിൽ ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ കൊച്ചു കലാകാരിയെ അഭിനന്ദിച്ചു. ജീവജാലങ്ങളാകെയും ജന്മ ബന്ധുവായിടണേ. പ്രാർത്ഥനയുടെ സൗന്ദര്യത്തിൽ മനം നിറഞ്ഞ അദ്ദേഹം ചടങ്ങിനുശേഷം ആവണിയെ തന്റെ അടുത്തേക്ക് വിളിച്ച് അഭിനന്ദിച്ചു. ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ. ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. ഇന്ന് ഓഗസ്റ്റ് 8 എത്ര ആഘോഷത്തിരക്കിലും മണ്ണാർക്കാട്ടുകാരുടെ ഹൃദയ നൊമ്പരമായി മാറിയ മഹത് വ്യക്തി ചെറിയ ജീവിത കാലയളവിൽ ഒരു കൊച്ചുകുട്ടിയുടെ പ്രാർത്ഥനയെ ആദരിച്ച ആ നിമിഷം സദസ്സിലും വൈകാരികമായ ഒരു അനുഭവമായി മാറി. കല്ലടി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആവണി. കുളപ്പാടം സ്വദേശിനി സുരേഷ് ബാബുവിന്റെ മകളാണ്. CCN മണ്ണാർക്കാട്. മെസ്സി വിവാദത്തിൽ പ്രതികരിച്ച് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ. സംസ്ഥാന സർക്കാർ ആരുമായും കരാർ ഒപ്പിട്ടിട്ടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. കരാർ ഒപ്പിട്ടത് സ്പോൺസർമാരാണെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ലോകകപ്പ് ജയിച്ച അർജന്റീന ടീമിന് മെസ്സി അടക്കമുള്ള ടീമിനെ കൊണ്ടുവരുന്നാണല്ലോ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ചൂരന്മല ദുരന്തം, അതിൽ ലീഗിന്റെ ആ തട്ടിപ്പ്, അതൊക്കെ നന്നായിട്ട് കൊടുക്കും. അതൊക്കെ ജനങ്ങൾ കാണട്ടെ. മയക്കുമരുന്ന് അല്ല ആയിക്കോട്ടെ, അതൊക്കെ ശരിയാണ്. ഇതിങ്ങനെ നടന്നോളും. നിങ്ങൾ ഓരോ പ്രാവശ്യം പറയുന്ന കാര്യങ്ങളും വീണ്ടും നിങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുമ്പോൾ അത് ശരിയാണെന്ന് ഗവൺമെന്റും കായിക വകുപ്പും സ്പോൺസറും പറഞ്ഞാൽ ശരിയാണെന്ന് എല്ലാ സമയത്തും പുറത്തു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതും അതിന്റെ സത്യാവസ്ഥ പുറത്തു. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായാണ് കരാർ ഒപ്പുവെച്ചിട്ടുള്ളത്. അവർ തമ്മിലാണ് കരാറെന്ന് മന്ത്രി വ്യക്തമാക്കി.
അനാവശ്യമായി വിവാദങ്ങളിലേക്ക് കൊണ്ടുവരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. സ്പെയിനിലേക്ക് മന്ത്രി ഒറ്റയ്ക്കല്ല പോയത്. കായിക വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. അവർ പോയി വരുമ്പോൾ അതിന് ചിലവുണ്ടാകും. പ്രധാനമന്ത്രി എത്ര കോടി രൂപയുടെ യാത്ര ചിലവുണ്ടാക്കി? ചെറിയ കാര്യങ്ങൾക്ക് അനാവശ്യമായ വാർത്ത സൃഷ്ടിക്കുകയാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. മെസ്സിയെ കാണാൻ ഇവിടെ നിന്ന് ആരും പോയില്ല. സ്പെയിനിൽ പോയ സമയത്ത് അവരുടെ ക്യാമ്പ് സന്ദർശിക്കുകയായിരുന്നു. എല്ലാത്തിനും കൃത്യമായ ഉത്തരമുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. അത് പൂർത്തിയാക്കിയ ശേഷം ഉത്തരം നൽകും. സമയം മാറ്റി ചോദിച്ചതിനെ തുടർന്നാണ് അർജന്റീന ടീമിന് സമയം മാറ്റി നൽകിയത്. ഇതാണ് യാഥാർത്ഥ്യം. അനാവശ്യമായി ഇതിനെ പെരുപ്പിച്ചു കാണിച്ച് വ്യക്തിഹത്യ നടത്തുകയാണ് ചെയ്യുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ വിവരാവകാശ പ്രദേശം കണക്കെടുത്തപ്പോൾ 13 ലക്ഷം ചെലവായിട്ടുണ്ട്. അതെന്തിനാണ് ചെലവായത്? ഇത് രണ്ടും രണ്ടല്ലേ? നമ്മൾ മെസ്സിയെ കാണാൻ ആരെങ്കിലും ഇവിടുന്ന് പോയിരുന്നു? ഞങ്ങൾ പോയ സമയത്ത് അവിടെ വെച്ച്, സ്പെയിനിൽ പോയ സമയത്ത് അവിടെ വെച്ച് ഇവരുടെ ഒരു ക്യാമ്പ് സന്ദർശിക്കാനിടയായി. നമ്മൾ അന്ന് ആഗ്രഹിച്ചെന്താ? കോഴിക്കോട് വരുന്ന അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ അർജന്റീന പോലുള്ള, അർജന്റീന എന്ന് നമ്മൾ തീരുമാനിച്ചില്ല, അർജന്റീന പോലുള്ള ലോക നിലവാരമുള്ള ഫുട്ബോൾ ക്ലബ്ബുകളുടെ ഒരു പരിശീലന കേന്ദ്രം ആരംഭിക്കാം. ഇപ്പോൾ നിങ്ങൾ കേൾക്കാത്തൊരു വാർത്ത ഇന്ന് ഞാൻ പറഞ്ഞു. ഇന്നലെ സ്പെയിനിൽ തന്നെ നമ്മുടെ മിനിയാന്ന് നമ്മുടെ ഓഫീസിൽ അവർ വന്നിരുന്നല്ലോ. റിയൽ മാഡ്രിഡിന് അവർക്ക് ഇവിടെ CCN മലപ്പുറം. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ OP ബ്ലോക്ക് ഓഗസ്റ്റ് 12-ന് പ്രവർത്തനം ആരംഭിക്കും. കേരള സർക്കാരിന്റെ നവകേരള കർമ്മ പദ്ധതി 2-ൽ ഉൾപ്പെടുത്തി 1.26 കോടി രൂപ ചിലവഴിച്ചാണ് ഈ ഇരുനില കെട്ടിടം നിർമ്മിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓഗസ്റ്റ് 12-ന് രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ MP ET മുഹമ്മദ് ബഷീർ മുഖ്യാതിഥിയായിരിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ സ്വാഗതം ആശംസിക്കും. നഗരസഭാ ചെയർമാൻ, ബ്ലോക്ക് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ, മറ്റു ജനപ്രതിനിധികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. സ്ഥലപരിമിതി കാരണം ഏറെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്ന ആശുപത്രിക്ക് പുതിയ OP ബ്ലോക്ക് വലിയൊരു ആശ്വാസമാകും. പഴയ ജനതാ പേവാർഡ് കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 2 നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചത്. താഴത്തെ നിലയിൽ ജനറൽ മെഡിസിൻ, ചെസ്റ്റ്, ഡെർമറ്റോളജി, ഓർത്തോ OPകളും പ്ലാസ്റ്റർ റൂം എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ ജനറൽ സർജറി, ഡ്രസ്സിംഗ് റൂം, ENT, പ്രൊസീജിയർ റൂം, ഓങ്കോളജി തുടങ്ങിയവ മുകളിലെ നിലയിലുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ NHM അനുവദിച്ച 1,26 ലക്ഷം രൂപയുടെ OP ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം വരുന്ന 12-ാം തീയതി നമ്മളെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നാടിനെ സമർപ്പിക്കുകയാണ്. നിലവിലെ OP ബ്ലോക്കിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് പുതിയ OP ബ്ലോക്ക് നിർമ്മിച്ചിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് മെഡിക്കൽ, അതുപോലെ പൾമനോളജി, സ്കിന്ന്, ഓർത്തോ, അതുപോലെ പ്ലാസ്റ്ററിംഗ് റൂം എന്നിവയാണ് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. മുകളിലത്തെ ഫ്ലോറിൽ സർജറി OP, ഡ്രസ്സിംഗ് റൂം, അതുപോലെ ENT, പ്രൊസീജിയർ റൂം, ഓങ്കോളജി ബ്ലോക്ക്, സ്പെഷ്യൽ OP എന്നിവയാണ് മുകളിലത്തെ ഫ്ലോറിൽ പുതിയ ബ്ലോക്കിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും OPകൾ ഒഴികെയുള്ള എല്ലാ സ്പെഷ്യാലിറ്റി OPകളും പുതിയ കെട്ടിടത്തിൽ കേന്ദ്രീകരിക്കും. ഇത് രോഗികൾക്ക് സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ സഹായിക്കും. കൂടാതെ തിരക്ക് കുറച്ച് രോഗികൾക്ക് മികച്ച പരിചരണം നൽകാനും ഇത് ഉപകരിക്കും. ഉടൻ തന്നെ ആശുപത്രിയിൽ e-ഹെൽത്ത് സംവിധാനം നടപ്പാക്കുന്നതോടെ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമവുമാകും. CCN പെരിന്തൽമണ്ണ. പച്ചനാട്ടുകര കുന്നുംപുറത്ത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കോറിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാക്കുന്നു. കോറിയിലേക്ക് വന്ന കംപ്രസർ വാഹനവും JCBയും പ്രദേശത്തെ സ്ത്രീകളടക്കമുള്ളവർ തടഞ്ഞു. കഴിഞ്ഞ ദിവസം കോറിയിലേക്ക് വന്ന കംപ്രസർ വാഹനം നാട്ടുകാർ തടഞ്ഞ് തിരിച്ചയച്ചിരുന്നു. ഇതിന്റെ പേരിൽ മുസ്തഫ KP, ഷമീർ VT, ഫൈസൽ KP എന്നിവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ഇവരോട് സ്റ്റേഷനിൽ ഹാജരാവാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് പ്രതിഷേധവുമായി നാട്ടുകാർ കൂട്ടത്തോടെ സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിൽ ചർച്ചകൾ നടക്കുന്നതിനിടെ വീണ്ടും കോറിയിലേക്ക് വാഹനങ്ങൾ വന്നതാണ് പ്രതിഷേധം ശക്തമാക്കിയത്. JCB കംപ്രഷന് വന്നോണ്ട് ഞങ്ങൾ വന്നിട്ട് തടഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഓല് പറഞ്ഞു ഞങ്ങളെ കമ്പി സാധനങ്ങൾ അവിടെ ഉണ്ട്, എടുക്കാൻ ഞങ്ങൾ പോകുകയാണ് പറഞ്ഞു.
അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ ആണുങ്ങളൊന്നും ഇല്ല, ആണുങ്ങൾ വരാതെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റൂല പറഞ്ഞു. അപ്പോൾ ഓല് പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോകാൻ വണ്ടിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റൂല പറഞ്ഞിട്ട് ആൾ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ അങ്ങോട്ടാച്ചാൽ കൊണ്ടുപോയിക്കോളിന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും വന്നു. ഞങ്ങളെ വീടൊക്കെ വിണ്ട് തയ്ക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കോറി ഇവിടെ നടത്തണ്ടെന്നാണ് ഞങ്ങൾ തീരുമാനം. ഒരു 4-5 ആളെ നമ്മൾ സ്റ്റേഷനിലേക്ക് വിളിക്കുകയും അതിൽ 4 പേര് അവിടെ ഇരുന്ന് സംസാരിക്കുകയും കുറച്ച് ആളുകൾ CIയുമായി ഉള്ള ചർച്ചയിൽ ഇരിക്കുമ്പോഴാണ് ഇന്ന് ഒരു ലോറിയും അതുപോലെ തന്നെ ഒരു JCB വന്നത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലത്തെ ജനങ്ങളെ സ്വത്തിനും ജീവനും ഒരു പരിസ്ഥിതിക്കും ആഘാതമാകുന്ന ഒരു വിഷയം നിലവിൽ ഞങ്ങൾക്ക് പ്രശ്നമാണ്. ഇവിടെ പ്രായ 80-70 വയസ്സുള്ള ആളുകൾക്ക് ഓരോ പ്രശ്നങ്ങളും ഉള്ളതാണ്, ശ്വാസതടസ്സം പല പ്രശ്നങ്ങളുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളില്ലാത്ത സമയത്ത് ഇവിടെ പുറത്തുനിന്ന് ഒരു ഗുണ്ടായിസം പോലെയാണ് ഈ ചർച്ച നടക്കുമ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ അവിടേക്ക് പോകണ്ട അതിൽ ഓന് എന്നോട് കുറേ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എന്താ വേണ്ടത്, എന്ത് സഹായമാണ് ഞാൻ ചിജാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒരു സഹായം വേണ്ട, ഇതുവരെ ആരും സഹായിച്ചിട്ടില്ല. എൻ്റെ കുട്ടികൾ തെണ്ടിച്ചുണ്ടാക്കിയ മുതലേട്ടാണ് കരിയും പുളിയൊക്കെ. ഞാൻ പോയിന് ഞങ്ങൾ ഈ 10-35 എണ്ണം ഉണ്ട്, അയച്ചിട്ട് ഈവൺ കളഞ്ഞിട്ട് നിങ്ങൾ എടുത്തോളിണ്ട. അപ്പോൾ ഓന് അങ്ങനെ പോയി, അത് പറ്റൂല ഞങ്ങൾ പോവുക പണിക്ക്. അപ്പം ഞാൻ പറഞ്ഞു ഇത് കയറിക്കോ. അത് കയറുന്നതിൻ്റെ മുന്നേ എനിക്ക് ഇങ്ങോട്ട് തന്നെ ഇറക്കി വണ്ടി വരുന്നു. ഓര് പറഞ്ഞ മാതിരി അവിടെ പോയി ഓൻ കമ്പിക്ക് പോയി. കമ്പിയിട്ട് വന്നപ്പോഴത്തെ കമ്പർസം പോയി. വിവരമറിഞ്ഞ് നാട്ടുകൽ പോലീസ് സ്ഥലത്തെത്തി. എന്നാൽ കോറി ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രദേശവാസികൾ. ഞങ്ങൾ ഇതിന്റെ മുന്നോടിയായിട്ട് പല ഡിപ്പാർട്ട്മെന്റിലും ഇതിനെ കുറിച്ച് കംപ്ലൈന്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു രേഖകളോ അത് അവർ വന്ന് ആരും അന്വേഷണം ഒന്നും നടത്താതെയാണ് ഇപ്പോൾ ഇവർ ഇതിന്റെ മേലെ വന്ന് കോറി പൊട്ടിക്കാനുള്ള പരിപാടി നോക്കുന്നത്. അത് കാരണം ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും കോറി മാഫിയകൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വണ്ടി ഇതും കൊടുത്തിട്ട് റോഡ് തടയുകയാണ് ഇപ്പോൾ ഉണ്ടായത്. അതുപോലെ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന 2-3 കോറികൾ ഇതിന്റെ നേരെ അപ്പുറത്ത് തന്നെ ഉണ്ട്. അത് കാരണം ഇതൊക്കെ ഭീഷണിയാണ് ജനങ്ങൾക്ക്. അത് കാരണം ഇവിടെ എന്തായാലും ഒരു കാരണവശാലും ഇവിടെ കോറി നടക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഇവിടുത്തെ നാട്ടുകാരും ജനങ്ങളും കൂടിയിട്ടുള്ളത്. CCN ചത്തല്ലൂർ. പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 30കാരനെ നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു. തച്ചനാട്ടുകര കരിങ്കലത്താണി തൊടുകാപ്പ് പൊതിയിൽ സൂരജാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 1 വർഷമായി കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. തന്റെ ഇംഗിതത്തിന് വഴങ്ങിയില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പ്രതി അതിക്രമം നടത്തിയതെന്നും പോലീസ് അറിയിച്ചു. നാട്ടുകൽ CI ഹബീബുള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിനു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. CCN ചത്തല്ലൂർ. ചെർപ്പുളശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ IQAC, WDC, അറബിക് ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ തൊഴിൽ സാധ്യതകൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ P. സൈനുൽ ആബിദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അത് ആ ഇന്റർവ്യൂ എന്ന് പറയുന്നത് 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ നീണ്ടുനിൽക്കുന്ന പ്രോസസ്സായിരിക്കാം. കാരണം വർക്കാണ് തരുന്നത്. ആ വർക്ക് ചെയ്തതിനു ശേഷം പിന്നീടാണ് നിങ്ങളെ ആ വർക്കിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നതും അതനുസരിച്ച് നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ വെരിഫൈ ചെയ്യുന്നതും നിങ്ങളുടെ യോഗ്യതയും മറ്റും അന്വേഷിക്കുന്നതും. അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ആ കമ്പനി ഉദ്ദേശിക്കുന്ന വർക്ക് കൃത്യമായി നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അവർക്ക് നിങ്ങളുമായി ഈ കമ്പനി പ്രൊസീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് പോലും കടക്കുന്നുള്ളൂ. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പശ്ചാത്തലത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. പുതിയ 4 വർഷ ഡിഗ്രി കോഴ്സുകളുടെ സാധ്യതകളെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ സെമിനാർ ഉപകരിച്ചു. ഖത്തറിലെ DPS മോണാർക്ക് ഇന്റർനാഷണൽ സ്കൂൾ വകുപ്പ് മേധാവി ഡോക്ടർ തബസ്സം മുഹിയുദ്ദീൻ, പെരിന്തൽമണ്ണ MES ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഉമർ അലി എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി. ഐഡിയൽ കോളേജ് അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ IQAC കോർഡിനേറ്റർ സ്നേഹ സ്വാഗതവും WCC കോർഡിനേറ്റർ ശാന്തിനി നന്ദിയും പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കരിങ്കലത്താണി മണലുംപുറം ഭാഗത്ത് റോഡിലുണ്ടായ കുഴികൾ യാത്രക്കാർക്ക് ദുരിതമാകുന്നു. തിരക്കേറിയ ഈ പാതയിൽ കുഴികൾ കാരണം ജീവൻ പോലും ഭീഷണിയിലായിരിക്കുകയാണ്. തുടർച്ചയായ അപകടങ്ങൾ കാരണം യാത്രക്കാർ ആശങ്കയിലാണ്. മഴയ്ക്കുശേഷം രൂപപ്പെട്ട് ചെറുതും വലുതുമായ 15ഓളം കുഴികൾ കാരണം ഈ ഭാഗത്ത് അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്.
വ്യാഴാഴ്ച രാവിലെ പെരിന്തൽമണ്ണയിലേക്ക് പോകുകയായിരുന്ന ഒരു സ്വകാര്യ സ്കൂൾ ബസ് കുഴി ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പിറകിൽ നിന്ന് വന്ന ലോറിയുമായി കൂട്ടിയിടിച്ചു. അപകടത്തിൽ ബസിന്റെ ഗ്ലാസ് പൂർണ്ണമായും തകർന്നെങ്കിലും വിദ്യാർത്ഥികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇതേ ദിവസം ഉച്ചയ്ക്ക് ഒരു ബൈക്ക് യാത്രികനും കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രി ഒരു കാർ നിയന്ത്രണം വിട്ട് കുഴിയിൽ വീണതിനെ തുടർന്ന് അപകടമുണ്ടായിരുന്നു. ഈ അപകടങ്ങൾക്കു ശേഷം കുഴികളിൽ മെറ്റൽ ചീളുകൾ ഇട്ടത് പ്രശ്നം കൂടുതൽ വഷളാക്കി. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഈ ചീളുകൾ റോഡിൽ ചിതറി ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീഴാൻ കാരണമാകുന്നുണ്ട്. കുഴികൾ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ പലതവണ പ്രതിഷേധിച്ചിട്ടും ദേശീയപാത അതോറിറ്റി ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. CCN ചത്തല്ലൂർ. ആലിപ്പറമ്പ് തൃപ്പുതാംപുഴ ശിവക്ഷേത്രത്തിൽ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി താന്ത്രിക ചടങ്ങുകൾ നടന്നു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഉണ്ടായി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ശുദ്ധി, കലശം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവയാണ് നടന്നത്. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. കാലപ്പഴക്കം മൂലം ക്ഷേത്രത്തിലെ ശ്രീകോവിൽ, നമസ്കാര മണ്ഡപം, തിടപ്പള്ളി തുടങ്ങിയവ ജീർണാവസ്ഥയിലായിരുന്നു. ഇത് താന്ത്രിക ചടങ്ങുകൾ കൃത്യമായി നടത്തുന്നതിന് തടസ്സമുണ്ടാക്കിയിരുന്നു. തുടർന്നാണ് നാട്ടുകാരുടെയും സഹകരണത്തോടെ ഈ ഭാഗങ്ങൾ പുതുക്കി പണിയാൻ തീരുമാനിച്ചത്. കൂടാതെ തെക്ക്, കിഴക്ക്, വടക്ക് ചുറ്റുകൾ പുനർനിർമ്മിക്കുകയും ചെയ്തു. തുടർന്നാണ് 25 കലശങ്ങളോട് കൂടിയ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉൾപ്പെടെയുള്ള താന്ത്രിക ചടങ്ങുകൾ നടന്നത്. ചടങ്ങുകൾക്ക് തന്ത്രി നാരായണമംഗലത്ത് ആമയൂർ മനക്കൽ രാമൻ ഭട്ടതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര മേൽശാന്തി കൃഷ്ണൻ എമ്പ്രാന്തിരി സഹകാർമ്മികനായി. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി നടന്ന ചടങ്ങുകളിൽ ശുദ്ധി, കലശം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവ നടന്നു. ശുദ്ധി ആരംഭം, ദീപാരാധന, പ്രസാദശുദ്ധി, രാക്ഷോഗ്ന ഹോമം, അഭിഷേകം, മലർ നിവേദ്യം, ഉഷപൂജ, ചതുർശുദ്ധി, കലശാഭിഷേകം, 25 കലശപൂജ, 25 കലശാഭിഷേകം, ശ്രീഭൂതബലി തുടങ്ങിയ ചടങ്ങുകളും നടന്നു. വർഷങ്ങളായിട്ട് പൂജയും കാര്യങ്ങളൊക്കെ സാധാരണ രീതിയിൽ ഉണ്ടായിരുന്ന ചെറിയൊരു ക്ഷയം ഉണ്ടായിരുന്ന ഒരു അമ്പലമാണ്. ഇപ്പം നാട്ടുകാരെല്ലാവരെയും ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് പുനരുദ്ധാരണം ചെയ്ത് ശ്രീകോവിൽ പുതുക്കി പണിത്, നാലമ്പലം പണിത് ഒരു പുനരുദ്ധാരണം ശുദ്ധിയോടുകൂടി ഇന്ന് ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ശനിയാഴ്ച രാവിലെ 8 മുതൽ പ്രസാദകൂട്ടും ഉണ്ടായിരുന്നു. ക്ഷേത്ര പുനരുദ്ധാരണത്തിനായി ഭക്തജനങ്ങളുടെ സാമ്പത്തിക സഹായം ആവശ്യമാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടക്കാനുണ്ട്. മണ്ഡപത്തിന്റെ പണിയുണ്ട്. ഭഗവാന്റെ ശ്രീ മഹാദേവന്റെ പ്രതിഷ്ഠ വഴി കട്ട വഹിക്കാനുണ്ട്. മതിൽ അയച്ചാൽ ഒരു ഭാഗം
ഇത് വന്നിട്ടുണ്ട് പകർന്നുകൊണ്ട് എടുക്കാൻ എല്ലാ ഭക്തരെയും സഹകരണത്തോടു കൂടി വന്നതിൽ ഇത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. എല്ലാവരും ഇതിന് നന്നായി നാട്ടുകാരും അടുത്തുള്ള എല്ലാ ഭക്തരും സഹകരിച്ചിട്ടുണ്ട്. ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. തച്ചനാട്ടുകര മാണിക്കപ്പറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ശാസ്ത്ര ക്ലബിന്റെയും JRC യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. ചെർപ്പുളശ്ശേരി സൈൻ ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ്. രാവിലെ നടന്ന ചടങ്ങ് PTA പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്ട്രസ് നീന KP അധ്യക്ഷത വഹിച്ചു. സീനിയർ അസിസ്റ്റന്റ് ഹംസ വള്ളോരാൻ, അബ്ദുൽ നാസർ, ഷാജഹാൻ KU, സീമ MS എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി നേത്ര പരിശോധനകൾ നടത്തി. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ രക്ഷിതാക്കളടക്കം 250ഓളം പേർ പങ്കെടുത്തു. CCN ചത്തല്ലൂർ. കോങ്ങാട് കേരളശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹായത്തോടെ നിർമ്മിച്ച സോളാർ ഇൻവെർട്ടർ പ്രവർത്തനം ആരംഭിച്ചു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ B ഷാജിദ, OK രാമചന്ദ്രൻ, M രമ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നന്ദിനി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. 2.70 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഇൻവെർട്ടർ സ്ഥാപിച്ചത്. CCN കോങ്ങാട്. കാട്ടുകുളം പരിയാനംപറ്റ ക്ഷേത്രത്തിൽ ലക്ഷാർച്ചന ചടങ്ങുകൾക്ക് തുടക്കമായി. ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കളഭാഭിഷേകം, ഗണപതി ഹോമം, ലക്ഷാർച്ചന എന്നിവയും നടന്നു. ഓഗസ്റ്റ് 10 രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ലക്ഷാർച്ചന എന്നിവയും നടക്കും. തുടർന്ന് ആനയൂട്ട്, മേളം, പ്രസാദൂട്ട് എന്നിവയും ഉണ്ടാകും. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം ശ്രീരാമജയം LP സ്കൂളിൽ മുലയൂട്ടലിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് മുലപ്പാൽ ആരോഗ്യത്തിന്റെ അമ്മത്തുള്ളി എന്ന പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം MK ദ്വാരകനാഥൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ മുലയൂട്ടലിലൂടെ മാതൃത്വത്തിന്റെ സ്നേഹം തലമുറകൾക്ക് പകർന്നു നൽകിയ മുത്തശ്ശിമാരെ ആദരിച്ചു. മുത്തശ്ശിമാർ തങ്ങളുടെ പഴയകാല ജീവിതാനുഭവങ്ങൾ കുട്ടികളുമായി പങ്കുവച്ചു. മുലപ്പാലിലൂടെ അമ്മ നൽകുന്നത് സ്നേഹത്തിന്റെ അമൃതാണെന്നും അവർ കുട്ടികളെ ഓർമ്മിപ്പിച്ചു. എത്ര വലുതായാലും മാതാപിതാക്കളെ കൈവിടരുതെന്നും അവർ കുട്ടികൾക്ക് ഉപദേശം നൽകി. PTA പ്രസിഡന്റ് K മനോജ് അധ്യക്ഷത വഹിച്ചു. PG ദേവരാജൻ, KP മഞ്ജു, M കല്യാണി, M സതീദേവി, A പാറുക്കുട്ടി, M സരോജിനി, T തങ്കമണി, MC അമ്മിണി, ലത മാടമ്പിയിൽ, KR പ്രവീൺ, T വിനീത എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. അമ്പലപ്പാറ വേങ്ങശ്ശേരി NSS ഹൈസ്കൂളിൽ സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഹിരോഷിമ ദിനാചരണം നടന്നു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ M ശശികുമാർ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യശാസ്ത്ര ക്ലബ് കൺവീനർ K മുരളീകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് വിവിധ പരിപാടികൾ അരങ്ങേറി. സർവമത പ്രാർത്ഥന, സഡാക്കോ കൊക്കുകളുടെ നിർമ്മാണം, പോസ്റ്റർ പ്രദർശനം, യുദ്ധവിരുദ്ധ പ്രതിജ്ഞ, യുദ്ധവിരുദ്ധ ഗാനം എന്നിവ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. ക്ലബ് സെക്രട്ടറി K ജിഷ്ണ നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ OP ബ്ലോക്ക് ഓഗസ്റ്റ് 12 പ്രവർത്തനം ആരംഭിക്കും. കേരള സർക്കാരിന്റെ നവകേരള കർമ്മ പദ്ധതി 2 ഉൾപ്പെടുത്തി 1.26 കോടി രൂപ ചിലവഴിച്ചാണ് ഈ ഇരുനില കെട്ടിടം നിർമ്മിച്ചത്. തച്ചനാട്ടുകര കുന്നുംപുറത്ത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ക്വാറിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. ക്വാറിയിലേക്ക് വന്ന കംപ്രസർ വാഹനവും JCBയും പ്രദേശത്തെ സ്ത്രീകളടക്കമുള്ളവർ തടഞ്ഞു. മെസ്സി വിവാദത്തിൽ പ്രതികരിച്ച് കായിക മന്ത്രി V അബ്ദുറഹ്മാൻ. സംസ്ഥാന സർക്കാർ ആരുമായും കരാർ ഒപ്പിട്ടിട്ടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. കരാർ ഒപ്പിട്ടത് സ്പോൺസർമാരാണെന്നും മന്ത്രി പറഞ്ഞു. കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പുതിയ കെട്ടിടം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സമയബന്ധിതമായി കെട്ടിടം പൂർത്തിയാക്കിയ പഞ്ചായത്തിനെ സതീശൻ അഭിനന്ദിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.
CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.